ഞാനിപ്പോൾ നിൽക്കുന്നത് നാട്ടിലെ ഒരു ഫാമിലാട്ടോ. ഒരു 10-14 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു ഫാം. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആപ്പിളാണ്. നെറ്റിയിലെ ഞാൻ കാന്തല്ലൂരിൽ നിന്ന് ആപ്പിൾ കണ്ടിട്ടുണ്ട്, അതുപോലെ കാശ്മീരിൽ പോയിട്ടില്ലെങ്കിലും അവിടെ ആപ്പിൾ ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഇത് വലിയൊരു ലോകമാട്ടോ. അതായത് കംബോഡിയ, വിയറ്റ്നാം അവിടെ നിന്നൊക്കെയുള്ള ഫ്രൂട്ട്സുകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മൾ സാധാരണ കണ്ട ഫാമിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടാലോ. ഞാൻ ഒരു 10 കിലോമീറ്ററെങ്കിലും രാവിലെ സൈക്കിൾ വിട്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വഴിയിൽ നിന്നാണ് ഇവിടുത്തെ മാനേജർ എന്നെ തടുത്ത് നിർത്തിയത്. നമുക്ക് ഉള്ളൊക്കെ ഒന്ന് പോയി കണ്ടാലോ വെച്ച്. അങ്ങനെ അവിചാരിതമായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വന്നാൽ കേട്ടോ. സംഭവം അടിപൊളിയായി. അത് അതിരാവിലെയാണ് കേട്ടോ. ഒരുപാട് പക്ഷികളെ സൗണ്ടും ഒരുപാട് പക്ഷികളെ കാണാനും ഒക്കെ പറ്റി. നല്ലൊരു മോർണിംഗ് വാക്ക് കിട്ടി. സൈക്കിൾ ഞാനിവിടെ നിർത്തി കേട്ടോ. പിന്നെ മൊത്തം നടന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇതുകൂടെ സൈക്കിളൊക്കെ ഓടിച്ചു പോകാൻ വല്ലാത്ത വൈബ് കേട്ടോ. നമ്മളൊക്കെ സ്ഥലത്ത് കോൺക്രീറ്റ് സൗധങ്ങൾ കെട്ടിപ്പൊക്കുന്ന സമയത്താണ് ഇത്രയും വലിയ ഫാം ഇവിടെ ഇവർ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇതിലേക്ക് ഈ ആപ്പിൾ കറക്റ്റായിട്ട് എത്തൂലേ. നമുക്ക് ശരിക്കും ആപ്പിൾ വേണമെങ്കിൽ കാശ്മീർ പോകണ്ടേ അല്ലേ? അല്ല, കാന്തല്ലൂരുണ്ട് കേട്ടോ. കാന്തല്ലൂരുണ്ട്. ഞാൻ കാന്തല്ലൂര് ആപ്പിൾ തോട്ടം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ എന്റെ നാട്ടിലാന്നുള്ളതാണ് അല്ലേ? അതറിയണം. നോക്കിയേക്ക്, അത്യാവശ്യം കാഴ്ച ഉണ്ട് കേട്ടോ. ഇത് മൂത്ത് വരുന്നല്ലേ ഉള്ളൂ അല്ലേ? നോക്കിയേക്ക്, എനിക്ക് തൊടാനായിട്ട് പറ്റുന്നില്ല, കുറച്ചുകൂടി ഹൈറ്റിലാണ്. മറ്റൊരു കാര്യം, പാൽക്കായം മരം കേട്ടോ. പാൽക്കായ അല്ലേ നമ്മൾ വയറുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം, അതാണ് ഈ കാണുന്നത്. ഇത് ടാപ്പ് ചെയ്യണ പോലെ ഇവിടുന്ന് കറെടുക്കും. പിന്നെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ആ മരം എന്താ? ദുരിയൻ എന്ന് പറയുന്നത് മലേഷ്യന്റെ ചക്ക. അത് കഴിച്ചു വേണോ? ആ, മരങ്ങള് മലേഷ്യൻ ചക്ക. വേറെന്താ പറഞ്ഞു ഇപ്പൊ? പീനട്ട് ബട്ടർ. ഇതൊക്കെ വിദേശികളാ? പീനട്ട് ബട്ടർ. അതിന് പുറത്ത് ഇവിടെ ചെറിയൊരു കുളമുണ്ട്. പിന്നെ ഈ ഒരു മരം കണ്ടോ? ഇത് കംബോഡിയ, മലേഷ്യ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സല്ലാക്ക് എന്നുള്ള മരം കേട്ടോ. ഇതിൻ്റെ ഫ്രൂട്ട്സ് ആയി വരുന്നുള്ളൂ. ഇത് ഞാൻ നെറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വെക്കാം കേട്ടോ. ഇത് ഒരു ഈ വർഷം തന്നെ കായ്ക്കാരായ സാധനം കേട്ടോ. അത്യാവശ്യം വലിപ്പണ്ടേ. സല്ലാക്ക് അങ്ങനത്തെ പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? പിന്നെ ഇത് മൊത്തം ഒരു 13 ഏക്കറയിൽ ഇഷ്ടംപോലെ ഈ ഫ്രൂട്ട്സിനാട്ടോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ പോലത്തെ മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, എല്ലാം വെറൈറ്റി ഫ്രൂട്ട്സാണ്. നേരത്തെ ചക്കൻ്റെ പേര് പറഞ്ഞല്ലേ, അത്രയും ചക്ക. പിന്നെ വിയറ്റ്നാം വേളി ചക്കകളൊക്കെ ആ ഭാഗത്തുണ്ട്. പിന്നെ ഭയങ്കര ആംബിയൻസ് കേട്ടോ. ഈ കരിക്കൊക്കെ എന്ന് എത്രയും വെട്ടിയിട്ടിരിക്കണേ? കരിക്ക് ആ വരുന്നവർക്ക് കൊടുക്കും. ഈ കുളത്തിന് നടുവിലെ വീട് അടിപൊളിയുണ്ട് കേട്ടോ. ഒരു ഹട്ട് അല്ലേ? ഹട്ട്. ഇതിൽ മീനുണ്ടെന്നല്ലേ പറഞ്ഞേ? അതിൽ അവിടുന്ന് വേണം ഇങ്ങനെ ചൂണ്ടൽ പണിയിടാൻ. അതെ അതെ അതെ. അടുത്ത പക്ഷി വന്നിക്കണത് പോയി. ഇതെന്ത് സാധനം? അല്ല ഇത് ഇന്ന് പറഞ്ഞാൽ ഈത്തപ്പഴോ? അത് തിന്നാൻ പറ്റാ? അത് ഇങ്ങനെ കുറച്ചിങ്ങനെ വരും, കഴിക്കാൻ പറ്റും. ഈ സാധനം അല്ലേ? പക്ഷികളെ സൗണ്ട് ഹെവി അല്ലേ? നല്ല പക്ഷികളാ. അതാണ് മരങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പക്ഷികളും വരും. ആ പക്ഷികളെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഞാൻ നല്ലതായിട്ട് അത് എൻജോയ് ചെയ്യും കേട്ടോ. പക്ഷികളെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അതെന്ത് ചക്കേ? ഇത് ആയുർജാക്കിന്റെ. അതെ, ആയുർജാക്ക്. ആ, വിയറ്റ്നാം വേളി പോലെ തന്നെ അല്ലേ? മറ്റേ ചോപ്പ് കളർ. ഓ അപ്പൊ നമ്മള് ഗൂഗിളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ റെഡ് അല്ലേ? ഇത് കദളിപ്പഴോ? ഇതിങ്ങനെ താഴ്ന്നു വരില്ല, ഇതിങ്ങനെ പോവുള്ളൂ, കൊത്തനെ പോവുള്ളൂ. മേപ്പോട്ട് കൊലക്കണ വാഴ കേട്ടോ. അത് നമ്മളടുത്ത് മാത്രമേ ഉള്ളൂ? നമ്മളടുത്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ഇല്ല. അത് ശരി. അതിന് കുറേ തയ്യകളൊക്കെ ഉണ്ടല്ലോ. ഇത് ഞാറപ്പഴ? ഞാവളല്ല അല്ലേ? ഇത് പിന്നെ റംബുട്ടാൻ തന്നെ അല്ലേ? മറ്റേത് മിറാക്കിള്, അതിന്റെ മുകളിൽ മിറാക്കിള്. ഇത് അല്ലേ? അത് അസൈബറി. സൈബറി എന്നൊക്കെ പറഞ്ഞാ? അസൈബറി
ഫ്രൂട്ടാണ് അത് ഇതാ മരം മുകളിലത് സൈബറി പഴം. അസായ്ബറി. ഏതാ സാധനം ഇങ്ങനത്തെ പഴം? അത് നെറ്റിലെടുക്കാൻ കിട്ടും. ഇവിടുത്തെ പല പഴങ്ങളും നമ്മൾ നെറ്റിൽ നോക്കി കിട്ടണ്ട. ശരിക്ക് പലതും പല സീസണാവുകൊണ്ടേ, അതായത് നമ്മളൊരു സീസണിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് ഉണ്ടാവുക. ഇപ്പം നിലവിൽ അവിടെ ആപ്പിൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ? അതെ അതെ അതെ. മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നല്ല വ്യൂ ആയിരിക്കും. മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും എന്ന് പറയുന്നത്. ഇത് ശരിക്കും എൻ്റെ നാട്ടിലാട്ടോ. പക്ഷേ ഇതിനകത്തേക്ക് ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ തൈയൊക്കെ കിട്ടണമെങ്കിൽ ഈ കോങ്ങാട് മണ്ണാർക്കാട് റോട്ടിൽ വലിയട്ടയിൽ ബൃന്ദാവൻ ഗാർഡൻ, ഏകദേശം നിങ്ങൾ അറിയും, വലിയൊരു പാടാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് സ്വന്തമായിട്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഉള്ള സമയത്താച്ചാൽ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പറ്റും അല്ലേ? ചക്ക ആ ഭാഗത്ത് നല്ല ഉണ്ടല്ലോ അല്ലേ? ആയൂർ ചാക്കൊക്കെ കിടിലൻ സാധനം കേട്ടോ. ഇതൊക്കെ ആയൂർ ചാക്ക? അതായത് വിയറ്റ്നാം വേളി ആയൂർ ചാക്കും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് വിയറ്റ്നാമാ അതോ ആയൂർ ചാക്കോ? ഇത് വിയറ്റ്നാമിന്റെ ആയൂർ ചാക്ക്. പിന്നെ വേറെ മോളിലുണ്ട്, അതിന്റെ അപ്പുറമുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഇത്രയും കാഴ്ച കഴിഞ്ഞാൽ ഇനി ആരാ കഴിക്കുക ഇതൊക്കെ? കൊണ്ടുപോകും. നാട്ടിലെ എല്ലാവർക്കും കൊടുക്കും. അതായത് മുതലാളിമാരൊന്നും കൊണ്ടുപോകും? അല്ല, ഇവിടെ ഉള്ളവർക്ക് കൊടുക്കും. അതല്ലേ? അവിടെയൊക്കെ വലിയ ചക്കകളുണ്ടല്ലോ. വലിയ വലിയ ചക്കകളുണ്ട് കേട്ടോ. ഒക്കെ വിയറ്റ്നാം വേളി ആയൂർ ചാക്ക് നിലത്താട്ടോ കിടക്കുന്നത്. അതായത് നോക്കിക്ക്, ശരിക്ക് നമ്മളെ നാട്ടുകാരൊക്കെ മാമ്പഴ നടുക. അതായത് മൂച്ചിയില്ലേ, മൂച്ചി അല്ലേ? മൂച്ചിയാണ് നടുക. അപ്പം ഞാനൊക്കെ 500 രൂപക്കൊക്കെ തൈ മേടിച്ചിട്ട് മൂച്ചി നട്ടിട്ട് വർഷത്തിൽ 5 മാങ്ങയൊക്കെ കായ്ച്ച സംഭവങ്ങളുണ്ട്. ആ സമയത്ത് ഇവിടെ നോക്കി നോക്ക്. അതുപോലെ അബിയു അല്ലേ? ഇത് എന്താ ടേസ്റ്റ്? ഇത് നമ്മൾ നല്ല വെറൈറ്റിയുള്ള ഫ്രൂട്ടാണ്. ഇത് മധുരമായിരിക്കുമോ? ഇപ്പൊ ആയിട്ടില്ല, കളർ വരും. അബിയു. പിന്നെ ഈ ചക്കയുടെ നിങ്ങൾ നിലത്ത് വീണത് പന്നി അതല്ലേ? പന്നിയുടെ പ്രശ്നം എല്ലായിടത്തും ഉണ്ടല്ലേ? ഇനി നമുക്ക് ഇതിന്റെ മേലെ കയറണ്ടോ? ഇങ്ങനെ തന്നെ പോവാ? ഇങ്ങനെ തന്നെ പോവാ മേലേക്ക്? തിരിച്ചു പോവാ അല്ലേ? ഓ എൻ്റെ പൊന്നെ, ഇതാണ് ചക്ക കേട്ടോ. ശരി, ഇതേ ചക്ക നോക്കിയേക്ക്. മുന്തിരിക്കൊല ഉണ്ടായ പോലെ ഉണ്ടായിരുന്നു അല്ലേ? അവിടെ ഇത് ആയൂർ ചക്ക തന്നെ അല്ലേ? ഇതൊക്കെ ഒരു തൈന് എന്ത് വില വരും? ഇത് അന്ന് വാങ്ങിയത് പിന്നെ 6000 ചില്ലറ റുപ്യ. 6000 ഒരു തൈനോ? ഒരു തൈന് ഞങ്ങൾ മണ്ണൂത്തിന്ന് തൃശ്ശൂരിൽ നിന്ന് കൊടുക്കുന്നത്. ഒരു തൈന് 6000 ഉണ്ടോ? 6000 റുപ്യ. വിയറ്റ്നാം വേളിയല്ല? വിയറ്റ്നാമിന്റെ വേറെ മോഡല്. ഓ, നല്ല ഇതാണ്. വലിയ പാക്കറ്റാണ് കൊടുക്കുന്നത്. അവിടുന്ന് വണ്ടി വിളിച്ചിട്ടാണ്. അതായത് നല്ല ഹൈറ്റ് ഉള്ള സാധനമാണ് കൊടുക്കുന്നത് അല്ലേ? വലിയ പാക്കറ്റാണ് കൊടുന്ന് ഇവിടെ വെച്ചത്. അങ്ങനെ ഓരോന്നും 6000 രൂപയുടെയാണ് അതല്ലേ? ഈ ലൈന് മൊത്തം. അത് കൊടുത്ത കായ്ക്ക് ഉണ്ട് കേട്ടോ അല്ലേ? എന്നെ എന്നാലും അത്ഭുതപ്പെടുത്തിയ കാര്യം ആപ്പിൾ തന്നെ കേട്ടോ. ഇതെന്താ? ഇത് അബിയു ആണ് അല്ലേ? അബിയൊക്കെ എന്ത് ടേസ്റ്റാ? എന്താ ടേസ്റ്റ്? ഇത് നമ്മളെ ഫ്രൂട്ട്സ് കടയിൽ കിട്ടുമോ? ഇപ്പോൾ നമ്മളെ ഫ്രൂട്ട്സ് കടയിൽ ഇതൊക്കെ കിട്ടുമോ? ഇത് വളരെ അപൂർവമാണ്. വളരെ അപൂർവമാണ്. ഒരു സാധനത്തിന് ഒരു പീസിന് തന്നെ നല്ല വില ഉണ്ട്. 900 രൂപേൻ്റെ അടുത്ത് വില ഉണ്ട് ഒരു കിലോക്ക്. 1 കിലോ 2-3 നിന്ന് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ 3 1 കിലോ ഉണ്ടാവും. ഈ ഒരു സൈഡ് ഫുള്ള് ചക്കയാണ് അല്ലേ? ഫുള്ള് ചക്ക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്തിരിക്കൊല പോലെ കേട്ടോ ചക്ക ഇതൊക്കെ. പക്ഷെ ഒരു തൈന് 6000 രൂപ എന്ന് പറയുമ്പോൾ കൊടുത്ത കായ്ക്കുണ്ട് അല്ലേ? ഞാൻ വിയറ്റ്നാം വേലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു 2-3 എണ്ണം. അതൊക്കെ നോട്ടക്കുറവ് കാരണം വന്നോ? അല്ല, 1-2 തൈ എന്താ ചക്കയൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോ ഇവിടെ ഇതിൻ്റെ ഒരു ലോകം കേട്ടോ. നിങ്ങൾക്ക് ഇതേ നമ്മളെ ഇരുമ്പാമ്പുളി അല്ല, എന്താ ഉണ്ടാവുക? ഇരുമ്പാമ്പുളി എങ്ങനെ ഉണ്ടാവുക? ഇരുമ്പാമ്പുളിയാണ് ഇങ്ങനെ ഉണ്ടാവുക. കൊള്ളാം. ഇനി എങ്ങടാ ഒന്ന് മേലെ പോവാ അല്ലേ?
മുകളിൽ ദൂരെ കയറാൻ പറ്റില്ലല്ലോ. ഇതും കൂടി എടുത്തിട്ട് ആ കയറാൻ പറ്റിയ കയറാം. ഇവിടെ കൂടെ ആ ഒരു കൂടി കയറാം. എന്തായാലും ഒരു മോർണിംഗ് വാക്ക് ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്നുള്ളതാണ് അവിചാരിതമായിട്ട്. ഇതുകൂടെ കയറാൻ പറ്റുന്നല്ലേ? ഈ ഒരു കൂടി ആ അപ്പോൾ ടാങ്ക് മേലെയാണ്. ഓ ഈ ചക്കയെക്കുറിച്ച് എത്ര പറഞ്ഞാലും നിർത്താൻ കഴിയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എങ്ങനെ നിർത്തുക? ഇവിടെ നോക്കിയേക്ക്, ഇവിടെ ഇനി മണ്ണ് വളക്കേണ്ടി വരും ചിലപ്പോൾ. മണ്ണിങ്ങനെ ഇട്ട് അതെ അതെ അതെ. പിന്നെ പന്നിയുടെ പ്രശ്നം ഉണ്ട് കേട്ടോ. പന്നി പ്രശ്നം അതിരൂക്ഷമാണ്. ഇനി മേലെ കയറണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു ചക്ക മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. മൂത്തോന്ന് എങ്ങനെ അറിയാം? നമ്മളിങ്ങനെ നെട്ടിനുള്ളിയാല് ആ ആ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കട്ടി പാല് വരാൻ പാടില്ല. ഇത് റെഡി ആയിക്കണ മൂത്തുണ്ട്. മുള്ളു ഇങ്ങനെ പറഞ്ഞിട്ട് അതെ അതെ. ഇത് റെഡ് കളർ ആയിരിക്കും. ഇത് റെഡാണ്. ഊത് കണ്ടിട്ടില്ലേ? ഊതിൻ്റെ അത്രയും ഇതേ ഊതാണിത്. ഇതൊരു മരമേ ഉള്ളൂ. ആ ഇതിൻ്റെ ഇലക്ക് വല്ല വാസന ഉണ്ടോ? ഊതുമായി വന്ന് എന്തിനുള്ളത്? ആ ഇപ്പോൾ നമ്മൾ ആ ഫാമിൻ്റെ ഏറ്റവും മേലെ വന്ന് കേട്ടോ. മേലെ വന്നു കഴിഞ്ഞാൽ ആ ഒരു നമ്മളൊരു ഒരു ഒരു എന്താ ഹിൽ സ്റ്റേഷനിൽ പോയ പോലത്തെ വ്യൂ ഉണ്ടോ. അവിടെ സൂര്യൻ ഉണ്ടാവുകൊണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. എന്നിരുന്നാലും അവിചാരിതമായിട്ടൊരു മോർണിംഗ് വാക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടിയെന്നുള്ളതാണ്. പിന്നെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സും കാണാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം തൈകളൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും അല്ലേ? കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? ഇത് അത്യാവശ്യം ഹൈവേ അല്ല, കോങ്ങാട് മണ്ണാക്കാട് റോഡിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വലിയട്ട പറഞ്ഞ സ്ഥലത്താട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഒന്ന് ഇപ്പോൾ എടുക്കാം കേട്ടോ. സംഭവം അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല, അങ്ങനെ ഇങ്ങോട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇതെന്താ സാധനം? അസൈബറി. ഓ നല്ല അടിപൊളി ഇതാണ്, ഫ്രൂട്ടാണ്. അവർ ഇതാണ് ഉണ്ടാക്കുന്നത്. എന്താ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് പുറത്തുനിന്ന് വരുന്നത്. ഇതൊക്കെ വിദേശിയാണ്. എവിടെ നിന്നുള്ള? ഇത് കാക്കക്കൂടുന്നാണ്, എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം വിദേശ ഫ്രൂട്ട്സുകൾ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് അത്ഭുതപ്പെട്ട നമ്മൾ സാധാരണ നടന്ന മൂച്ചി മാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാതുള്ളതാണ്. പിന്നെ ഇവിടെ നല്ല ഫാം ടൂറിസത്തിന് നല്ല സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ ചിലപ്പോൾ ഈ ഫോറിനേഴ്സൊക്കെ ആ റോഡ് വഴി പോകുമ്പോൾ കണ്ടിട്ട് കയറാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കോട്ടേജുകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. നോക്കിയിട്ട് വേണ്ട, പിന്നെ ഒരു ദിവസം വരാം. പിന്നെ ഒരു ദിവസം ഇതേപോലെ വരും. ഓക്കെ, ഓണർ വരുന്നല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലൊരു വീഡിയോ കൊണ്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഓക്കെ, ബൈ.